മരണത്തേക്കാൾ ഭയാനകമായി മറ്റെന്തെങ്കിലുമുണ്ടോ? ഉണ്ട്. വധശിക്ഷ കാത്തു കഴിയുന്ന ആ അവസാന നാളുകൾ. ലോകത്തെ പല രാജ്യങ്ങളിൽ ഇന്നും വധശിക്ഷ നിയമപരമാണ്. എന്നാൽ ജപ്പാനിലെ ഡെത്ത് റോ തടവുകാരെ മാനസികമായി ഭ്രാന്തിന്റെ അരികിലേക്ക് തള്ളിവിടുമ്പോൾ സൗദി അറേബ്യയിലെ ഇരുണ്ട ലോകം കാത്തുവച്ചിരിക്കുന്നത് അതിലും ക്രൂരവും അവിശ്വസനീയവുമായ വശങ്ങളാണ്. അപ്പോൾ തുടങ്ങാം നമുക്ക്. നമ്മൾ ആദ്യം നോക്കേണ്ട രാജ്യം USA ആണ്. USA വർഷം തോറും നിരവധി വധശിക്ഷകൾ വിധിക്കാറുണ്ടെങ്കിലും അത്ഭുതകരമെന്ന് പറയട്ടെ, ഇത് ആദ്യത്തെ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ പോലുമില്ല. USA-യിൽ ഓരോ വർഷവും ഏകദേശം 20ഓളം ആളുകൾക്കാണ് വധശിക്ഷ വിധിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും വധശിക്ഷ നിയമവിരുദ്ധമാണ്. ചില സംസ്ഥാനങ്ങളാകട്ടെ ഇതിനെ നിയമപരമായി നിരോധിച്ചിട്ടില്ലെങ്കിലും പ്രായോഗികമായി നടപ്പിലാക്കാറില്ല. എന്നാൽ ഈ 11 സംസ്ഥാനങ്ങൾ സജീവമായി വധശിക്ഷ നടപ്പിലാക്കുന്നുണ്ട്. തടവുകാർക്ക് ഇത്തരം ശിക്ഷകൾ ലഭിക്കുന്നത് വിവിധ കുറ്റകൃത്യങ്ങൾക്കാണ്. അതിലേറ്റവും സാധാരണമായത് കൊലപാതകവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ്. എന്നാൽ ചാരവൃത്തി, രാജ്യദ്രോഹം, അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്തിന്റെ തീവ്രമായ കേസുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. USA-യിലെ വധശിക്ഷാ രീതികൾ ഓരോ സംസ്ഥാനത്തിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. എങ്കിലും USA-യിൽ പൊതുവായി 5 രീതികളാണ് ഉപയോഗിക്കുന്നത്. മാരകമായ വിഷം കുത്തിവെക്കൽ, ഇലക്ട്രിക് ചെയർ, ഫയറിംഗ് സ്ക്വാഡ്, ഗ്യാസ് ചേംബർ, ഗ്യാസ് ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കുക എന്നിവയാണവ. എന്നാൽ USA-യിലെ ഡെത്ത് റോയിലുള്ള ഒരു തടവുകാരന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ശിക്ഷ നടപ്പാക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് അവരെ അവരുടെ സെല്ലിൽ നിന്ന് മാറ്റി ഡെത്ത് ഹൌസ് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവർ ഡെത്ത് ഹൌസിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് തടവുകാരൻ അവസാനമായി പുറം ലോകം കാണുന്ന നിമിഷമായിരിക്കും. തുടർന്ന് അവരുടെ ശരീരം മുഴുവൻ പരിശോധിച്ച് പുതിയ വസ്ത്രങ്ങൾ നൽകും. അതിനുശേഷം അവരെ അവരുടെ പുതിയതും അവസാനത്തേതുമായ സെല്ലിലേക്ക് കൊണ്ടുപോകും. ഇത് ഡെത്ത് വാച്ച് സെൽ എന്നറിയപ്പെടുന്നു. അവിടെ തടവുകാരൻ തന്റെ അവസാന രാത്രി ചിലവഴിക്കും. ചില തടവുകാർ ഉറങ്ങാൻ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു ചിലർക്ക് തങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഉറങ്ങാൻ കഴിയില്ല. 15-ാം മണിക്കൂറിൽ അവരെ ഉണർത്തും. പിന്നീട് അവർ കുളിക്കുകയും അവർക്ക് ജയിലിലെ സാധാരണ പ്രാതലം നൽകുകയും ചെയ്യും. 14-ാം മണിക്കൂറിൽ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും അവസാനമായി കാണാൻ അവർക്ക് അനുവാദം ലഭിക്കും. അവസാനത്തെ ഫോൺ കോളുകൾ വിളിക്കാൻ അവർക്ക് 45 മിനിറ്റ് സമയവും ലഭിക്കും. 12-ാം മണിക്കൂറിൽ എല്ലാ സന്ദർശനങ്ങളും നിഷ്ഠലാക്കും. തടവുകാരന് പിന്നീട് ജയിലിലെ സാധാരണ ഉച്ചഭക്ഷണം നൽകും. തുടർന്ന് അവർക്ക് ഒരു പുരോഹിതനെയോ ഇമാമിനെയോ കാണാൻ അനുവാദം നൽകും. തടവുകാർക്ക് നിരവധി പശ്ചാത്താപങ്ങളും രഹസ്യങ്ങളും ഉണ്ടാകും. ഇത് അവർക്ക് അത് തുറന്നു പറയാനും മനസ്സ് ശാന്തമാക്കാനുമുള്ള അവസാന അവസരം നൽകുന്നു. 8-ാം മണിക്കൂറിൽ തടവുകാരന് തന്റെ അവസാന സൂര്യാസ്തമയം കാണാൻ അനുവാദം ലഭിക്കും. ഇതിനുശേഷം തടവുകാരന് 1 മണിക്കൂർ നേരം കത്തുകൾ എഴുതാൻ അനുവാദമുണ്ടാകും. അതിൽ അവർ തങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അവസാനമായി യാത്രയയപ്പ് നൽകും. 6-ാം മണിക്കൂർ എത്തുമ്പോൾ തടവുകാരൻ തന്റെ അവസാനത്തെ ഭക്ഷണത്തിന് ഓർഡർ ചെയ്യും. പലരും കരുതുന്നതുപോലെ അവർക്ക് ഇഷ്ടമുള്ളത് എന്തും ഓർഡർ ചെയ്യാൻ കഴിയില്ല. പകരം $30 ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങുന്നവ മാത്രമേ ഓർഡർ ചെയ്യാൻ സാധിക്കൂ. തടവുകാരെ ഇലക്ട്രിക് ചെയർ ഉപയോഗിച്ചാണ് വധിക്കുന്നതെങ്കിൽ അവരുടെ മുടി പൂർണ്ണമായി വടിച്ചുകളയും. മുടിയിൽ തീപിടിക്കുന്നത് തടയാനാണിത്. ഇതിനുശേഷം തടവുകാരൻ തന്റെ അവസാനത്തെ കുളിക്കുകയും പിന്നീട് അവസാന ഭക്ഷണം കഴിക്കുകയും ചെയ്യും. 3-ാം മണിക്കൂറിൽ സാക്ഷികളെത്തും. വധശിക്ഷാ നടപടികൾ കാണാൻ പോകുന്ന ആളുകളാണിവർ. അവർ സാധാരണയായി ഇരയുടെ ബന്ധുക്കളായിരിക്കും. എന്നാൽ ചിലപ്പോൾ തടവുകാരന്റെ കുടുംബവും വരാറുണ്ട്. 1-ാം മണിക്കൂറിൽ 5 ഗാർഡുകൾ അടങ്ങുന്ന ഒരു സംഘത്തിന്റെ സുരക്ഷയിൽ തടവുകാരനെ ഡെത്ത് ചേംബർ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പിന്നീട് തടവുകാരനെ ഒരു കസേരയിലോ കട്ടിലിലോ കെട്ടിയിടും. 12-ാം മിനിറ്റിൽ സാക്ഷികളെ കാഴ്ചക്കാരുടെ മുറിയിലേക്ക് മാറ്റും. തുടർന്ന് അവിടുത്തെ തിരശീലകൾ മാറ്റപ്പെടും. ഈ ജനൽ ഒരു വശത്ത് നിന്ന് മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. അതായത് തന്നെ നോക്കിക്കാണുന്ന ആളുകളെ തടവുകാരന് ഒരിക്കലും കാണാൻ കഴിയില്ല. 10-ാം മിനിറ്റിൽ തടവുകാരന് തന്റെ അവസാന വാക്കുകൾ പറയാൻ അവസരം ലഭിക്കും. ഇതിനുശേഷം തടവുകാരൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുരോഹിതനുമായോ ഇമാമിനുമായുള്ള ഒരു അവസാന കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കും. അതിനുശേഷം വധശിക്ഷ നടപ്പിലാക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിലവിൽ 2500 പേർ വധശിക്ഷയും കാത്ത് ഡെത്ത് റോയിലുണ്ട്. തടവുകാർക്ക് നിരവധി അപ്പീലുകൾക്ക് അവകാശമുള്ളതിനാൽ ഈ വധശിക്ഷകൾ നടപ്പിലാക്കാൻ പലപ്പോഴും പതിറ്റാണ്ടുകൾ എടുക്കാറുണ്ട്. അമേരിക്കയിലെ ഡെത്ത് റോ എത്ര കഠിനമാണെന്ന് തോന്നിയാലും സൗദി അറേബ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ലെന്ന് എനിക്ക് ഉറപ്പു നൽകാൻ കഴിയും. ഓരോ വർഷവും സൗദി അറേബ്യ നിരവധി ആളുകളുടെ ജീവനെടുക്കുന്നു. അവിടെ പ്രതിവർഷം ശരാശരി 185-ലധികം വധശിക്ഷകൾ നടക്കാറുണ്ട്. സൗദി അറേബ്യയിൽ ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പോലും ആളുകൾക്ക് വധശിക്ഷ ലഭിക്കാറുണ്ട്. അതിൽ മോഷണം, രാജ്യദ്രോഹം, ചാരവൃത്തി, മയക്കുമരുന്ന് കടത്ത് എന്നിവയുൾപ്പെടുന്നു. എന്നാൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നതിനും സ്വന്തം ഭാര്യയെയോ ഭർത്താവിനെയോ വഞ്ചിക്കുന്നതിനും ഒരേ ലിംഗത്തിലുള്ളവർ തമ്മിൽ ബന്ധം പുലർത്തുന്നതിനും വധശിക്ഷ ലഭിക്കാം. സൗദി അറേബ്യയിൽ വധശിക്ഷ നടപ്പാക്കാൻ 3 രീതികളുണ്ട്. അവയെല്ലാം ഭയാനകമാണ്. ആദ്യത്തേത് ഫയറിംഗ് സ്ക്വാഡാണ്. രണ്ടാമത്തേത് കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. ഇവിടെ ഒരാളെ മണലിൽ തലവരെ പൂഴ്ത്തിവെക്കുന്നു. പിന്നീട് അവരുടെ ജീവൻ പോകുന്നതുവരെ കല്ലെറിയുന്നു. ഏറ്റവും സാധാരണമായ രീതി തലയെറുക്കലാണ്. ഇത് ഒരു സിമിറ്റർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതിനുശേഷം മറ്റുള്ളവർ ഇതേ കുറ്റം ചെയ്യാതിരിക്കാനായി ഭയപ്പെടുത്തുന്നതിനായി മൃതദേഹങ്ങൾ പലപ്പോഴും പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാറുണ്ട്. USA-യിൽ നിന്ന് വ്യത്യസ്തമായി സൗദി അറേബ്യയിൽ വധശിക്ഷ വളരെ വേഗത്തിലാണ് നടപ്പാക്കുന്നത്. എന്നാൽ അവർ കാത്തിരിക്കുന്ന സമയത്ത്
സാധാരണയായി അൽ ഹെയർ എന്നു പേരുള്ള ഈ ജയിലിലാണ് അവരെ പാർപ്പിക്കുന്നത്. തടവുകാരെ പലപ്പോഴും ഏകാന്ത തടവറകളിൽ സൂക്ഷിക്കുകയും അവർക്ക് ശാരീരികവും മാനസികവുമായ നരകം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. തടവുകാർക്ക് പലപ്പോഴും അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെടാൻ അനുവാദമുണ്ടാകാറില്ല. ഒരാളെ ഡെത്ത് റോയിലേക്ക് വിധിക്കുന്ന അതേ വർഷത്തിനുള്ളിൽ തന്നെയാണ് സാധാരണയായി വധശിക്ഷ നടക്കുക. അത്ഭുതകരമായി ക്രൂരമായ ഡെത്ത് റോ ഉള്ള മറ്റൊരു രാജ്യമാണ് ജപ്പാൻ. USA കൂടാതെ ഇപ്പോഴും ഡെത്ത് റോ നിലനിൽക്കുന്ന ഏകയൊരു ജനാധിപത്യ രാജ്യം ജപ്പാനാണ്. അവിടെ പ്രതിവർഷം ശരാശരി 5 വധശിക്ഷകൾ നടക്കുന്നു. വധശിക്ഷ ലഭിക്കാൻ നിങ്ങൾ ചെയ്യാവുന്ന 3 കുറ്റകൃത്യങ്ങൾ മാത്രമേയുള്ളൂ: കൊലപാതകം, രാജ്യദ്രോഹം, രാജ്യത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ. സാധാരണയായി ഡെത്ത് റോ ശിക്ഷ ലഭിക്കാൻ ഒന്നിലധികം ആളുകളുടെ ജീവൻ എടുക്കേണ്ടതുണ്ട്. ഭൂരിഭാഗം രാജ്യങ്ങളിലും ഡെത്ത് റോയിലുള്ള തടവുകാരോട് അവരുടെ ജീവൻ എപ്പോഴാണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് വളരെ മുൻപേ തന്നെ പറയാറുണ്ട്. എന്നാൽ ജപ്പാനിൽ അങ്ങനെയല്ല. അതിനു പകരം വധശിക്ഷ നടപ്പാക്കുന്നതിന് 1-2 മണിക്കൂറിന് മുൻപ് മാത്രമാണ് തടവുകാരോട് വിവരം പറയുന്നത്. അതായത് ഭൂമിയിലെ അവരുടെ അവസാന ദിവസം ഏതാണെന്ന് അവർക്ക് ഒരു ധാരണയും ഉണ്ടാകില്ല. ഇതിപ്പോൾ മുതൽ വർഷങ്ങൾക്ക് ശേഷമാകാം, അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ സംഭവിക്കാം. ഈ അവസ്ഥ ചിലപ്പോൾ തടവുകാരെ ഭ്രാന്ത് പിടിപ്പിക്കാറുണ്ട്. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനായി തടവുകാരന്റെ കുടുംബത്തോട് വധശിക്ഷയ്ക്ക് ശേഷമാണ് വിവരം പറയുന്നത്. അതായത് അവർക്ക് യാത്ര പറയാൻ പോലും അവസരം ലഭിക്കില്ല. എന്നാൽ ഇതിലും മോശമായ ഡെത്ത് റോ ഉള്ള രാജ്യം ചൈനയാണ് പ്രതിവർഷം ഏറ്റവും കൂടുതൽ ആളുകളെ വധിക്കുന്നത്. അവിടെ എല്ലാ വർഷവും ശരാശരി 1000-ലധികം വധശിക്ഷകൾ നടക്കുന്നു. ചൈനയിൽ വലിയ തട്ടിപ്പ്, ബോംബാക്രമണം, വെള്ളപ്പൊക്കമുണ്ടാക്കൽ, കലാപമുണ്ടാക്കൽ, വിഘടനവാദം, കലാപം, രാഷ്ട്രീയ വിയോജിപ്പ്, അട്ടിമറി ശ്രമം, ആളുകളെ രഹസ്യമായി ചൈനയിലേക്ക് കടത്തൽ, കടൽ കൊള്ള, അഴിമതി, വിമാന കവർച്ച, ചാരവൃത്തി, സൈന്യമുപേക്ഷിച്ചു പോകൽ, ദേശീയ സുരക്ഷയെ അപകടപ്പെടുത്തൽ തുടങ്ങി മറ്റു നിരവധി കുറ്റകൃത്യങ്ങൾക്ക് മരണശിക്ഷ നൽകാം. 2022-ൽ ഉയർന്ന പദവിയുള്ള രാഷ്ട്രീയക്കാരനായ ഫു ഷെൻഹുവായ്ക്ക് $17 മില്യൺ കൈക്കൂലി വാങ്ങിയതിന് വധശിക്ഷ വിധിച്ചിരുന്നു. 2014-ൽ ശതകോടീശ്വരനായ വ്യവസായി ലിയു ഹാനും മരണശിക്ഷ നൽകി. ഒരു വർഷത്തിനു ശേഷം 2015-ൽ അത് നടപ്പിലാക്കിയും. ഈ വധശിക്ഷകൾ ഫയറിംഗ് സ്ക്വാഡോ മാരകമായ വിഷം കുത്തിവെക്കലോ ഉപയോഗിച്ചാണ് നടപ്പാക്കുന്നത്. തടവുകാർ അവരുടെ വധശിക്ഷാ തീയതിക്കായി കാത്തിരിക്കുമ്പോൾ അവർ ചൈനീസ് ജയിലിലായിരിക്കും. ഇത് വളരെ കഠിനമായ കാരണങ്ങൾക്ക് പേരുകേട്ടതാണ്. തടവുകാർ ചിലപ്പോൾ പ്രതിദിനം 16 മണിക്കൂർ ജോലി ചെയ്യേണ്ടിവരും. അവരുടെ തലമുടിയും വടിച്ചുകളയും. മോശം ഡെത്ത് റോ ഉള്ള മറ്റൊരു പ്രശസ്തമായ രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇതൊരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായതിനാൽ പലരെയും അത്ഭുതപ്പെടുത്തും. എന്നാൽ ദുബായിയുടെ തിളക്കത്തിനും ആഡംബരത്തിനും അപ്പുറം ചില ഭയാനകമായ ജയിലുകളുണ്ട്. ഇവിടെയാണ് ഡെത്ത് റോ തടവുകാരെ പാർപ്പിക്കുന്നത്. ആണവ അവശിഷ്ടം തള്ളുന്നതും ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നതും ഉൾപ്പെടെ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് നിങ്ങൾക്ക് മരണശിക്ഷ ലഭിക്കാം. ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ചാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. കഠിനമായ ഡെത്ത് റോ ഉള്ള മറ്റൊരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ കൊലപാതകം, മയക്കുമരുന്ന്, വിമാന കവർച്ച, ചാരവൃത്തി, തട്ടിക്കൊണ്ടുപോകൽ കൂടാതെ നരബലിയിൽ പങ്കാളിയാകുന്നതുവരെ നിങ്ങളെ ഡെത്ത് റോയിലേക്ക് നയിക്കാം. 2023-ൽ ഇന്ത്യ 120 മരണശിക്ഷകൾ നൽകി. ഇവ എപ്പോഴും തൂക്കിലേറ്റിയോ ഫയറിംഗ് സ്ക്വാഡ് വഴിയോ ആണ് ചെയ്യുന്നത്. ഡെത്ത് റോ തടവുകാരെ ഭയാനകമായ ജയിലുകളിലാണ് പാർപ്പിക്കുന്നത്. ഇന്ത്യൻ ജയിലുകൾ അമിതമായ തിരക്കിന് പേരുകേട്ടതാണ്. കൂടാതെ 25 ദശലക്ഷത്തിലധികം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. സെല്ലുകൾ വളരെ തിരക്കേറിയതും ഇരുണ്ടതും വൃത്തിഹീനവുമാണ്. കൂടാതെ തടവുകളോട് അവരുടെ വധശിക്ഷാ തീയതി അത് നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് വ്യക്തമാക്കുന്നത്. ഈ ഡെത്ത് റോകളിൽ ഏതാണ് ഏറ്റവും മോശമെന്ന് നിങ്ങൾ കരുതുന്നത്? താഴെയുള്ള കമന്റുകളിൽ എന്നെ അറിയിക്കുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.